ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഇന്ത്യൻ ഫുട്ബോളേഴ്സ് എല്ലാം ഓവർ പെയ്ഡ് ആണ്. അതുകൊണ്ട് യുവതാരങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ക്രിയാത്മകമായിട്ടുള്ള നടപടിയിലേക്ക് ക്ലബ്ബുകളെല്ലാം തിരിഞ്ഞിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ വളരെ നേരത്തെ തന്നെ ഈ പരിപാടി ആരംഭിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ FC ഗോവ അത് വളരെ ആക്റ്റീവായിട്ട് നടത്തുന്നുണ്ട്. അലൻ സജിയെ അവർ റിലയൻസ് ഫൗണ്ടേഷന്റെ യങ് ചാമ്പ് പ്രോഗ്രാമിൽ നിന്ന് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നതിന് പിന്നാലെ അവിടെ നിന്ന് തന്നെ മറ്റൊരു താരത്തിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും അലൻ സജിക്ക് ഒരു കമ്പാനിയനെ കിട്ടിയെന്ന് പറയുന്നതായിരിക്കും ശരി. റിലയൻസ് ഫൗണ്ടേഷന്റെ യങ് ചാമ്പ് പ്രോഗ്രാമിൽ കൂടി ഡെവലപ്പ് ചെയ്ത മണിപ്പൂരി സ്വദേശിയായ യുവ പ്രതിരോധ നിര താരമായിട്ടുള്ള യാങ്ലം സന്തോബ സിംഗിനെയാണ് FC ഗോവ സൈൻ ചെയ്തിരിക്കുന്നത്. ഈ സന്തോബ സിംഗ് വേറെ എവിടെയും കളിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പ്രീവിയസ് അപ്പിയറൻസോ പ്രീവിയസ് ക്ലബ്ബോ ഒന്നുമില്ല. മണിപ്പൂരിൽ നിന്നും റിലയൻസ് ഫൗണ്ടേഷൻ കണ്ടെത്തിയെടുത്ത താരം വെസ്റ്റേൺ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള താരമാണ്. ഈ ഒരു താരം വളരെ ഏജ് കുറവാണ്, 18 വയസ്സേ ആവുന്നുള്ളൂ. ശാരീരികമായിട്ട് അത്യാവശ്യം മികച്ചതാണ്. പ്രതിരോധ നിരയിൽ യങ് ചാമ്പ്യൻസിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. സോ FC ഗോവയുടെ ഭാവിയിലേക്കുള്ള കരുതൽ നിക്ഷേപങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് അലൻ സജയും സാങ്തോബ സിംഗിനെയൊക്കെ കാണാൻ പറ്റും.